കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ എന്നും അവിടുത്തെ സംസ്കാരത്തിനും വാസ്തുവിദ്യയ്ക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പ്രശസ്തമാണ്. എന്നാൽ അത്രമാത്രം കുപ്രസിദ്ധിയും വത്തിക്കാനുണ്ട്. എല്ലാവരും പാടി നടക്കുന്ന ഒന്ന് ഇലുമിനാറ്റിയാണ്. കത്തോലിക്ക സഭയുമായി യുദ്ധം പ്രഖ്യാപിച്ച ഇലുമിനാറ്റിയും അവരെ സഹായിക്കുന്നവരും കോൺസ്പിറസി തിയറിസ്റ്റുകളുടെ ഇഷ്ടവിഷയമാണ്. എന്നാൽ വത്തിക്കാനിൽ കളങ്കം ചാർത്തിയ മറ്റു പല ആരോപണങ്ങളുമുണ്ട്. അതിൽ ചിലത് നോക്കാം. ഒന്നാമത്, നാസികളെ സഹായിച്ച വത്തിക്കാൻ. ആധുനിക ലോക ചരിത്രത്തിൽ വത്തിക്കാന് മേലേറ്റ ഏറ്റവും വലിയ കളങ്കമാണ് നാസികളെ സഹായിച്ചെന്ന ആരോപണം. ജൂതരക്തം പുരണ്ട കൈകളാണ് കത്തോലിക്ക സഭയിലെ ചിലർക്കെങ്കിലും എന്നാണ് ചരിത്രകാരന്മാരുടെ ആരോപണം. നാസി യുദ്ധ കുറ്റവാളികളെ സഖ്യസേനയിൽ നിന്ന് രക്ഷപ്പെടാൻ വത്തിക്കാൻ സഹായിച്ചുവെന്നാണ് ചിലർ പറയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജർമ്മനിയിൽ സഖ്യസേന വിജയിച്ചപ്പോൾ നാസികൾക്ക് യൂറോപ്പിന് പുറത്ത് അഭയം തേടേണ്ടി വന്നു. ആയിരക്കണക്കിന് നാസികൾ അർജന്റീന, ചിലി, ബ്രസീൽ തുടങ്ങിയ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു. നാസികളെ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വത്തിക്കാൻ സഹായിച്ചതായി സൂചിപ്പിക്കുന്ന യാത്രാരേഖകളെക്കുറിച്ച് ഹാർവാർഡ് ഗവേഷകനായ ജെറാൾഡ് സ്റ്റെയിൻചർ തന്റെ പുസ്തകമായ നാസീസ് ഓൺ ദ റൺ, ഹൗ ഹിറ്റ്ലേഴ്സ് ഹെൻച്ച്മെൻ ഫ്ലെഡ് ജസ്റ്റിസിൽ പറയുന്നു. യൂറോപ്പിൽ ക്രിസ്തുമതത്തെ പുനരുജ്ജീവിപ്പിക്കാനും സോവിയറ്റ് യൂണിയന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തടയാനുമാണ് കത്തോലിക്ക സഭ ഇത് ചെയ്തതെന്ന് സ്റ്റെയിൻചർ വാദിക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരിൽ നാസിചാരന്മാർ ഉണ്ടായിരുന്നുവെന്നും ജൂതന്മാരിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട പണവും കലാരൂപങ്ങളും വിൽക്കാനും വാങ്ങാനും വത്തിക്കാനിൽ നിന്ന് സഹായമുണ്ടായിരുന്നെന്നും ആരോപണങ്ങളുണ്ട്. ഇറ്റലിയിൽ ഹോളോകാസ്റ്റിൽ കൊല്ലപ്പെട്ട ജൂതരുടെ കുടുംബാംഗങ്ങൾക്ക് പണം നൽകാതിരുന്ന പല ഇൻഷുറൻസ് കമ്പനികളിലും വത്തിക്കാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നു. വത്തിക്കാന്റെ എക്സോസിസം മാർഗരേഖകൾ. എക്സോസിസം നമ്മളെ സംബന്ധിച്ച് സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമാണ്, കോൺജൂറിംഗ് സീരീസിലെ പോലെ. എന്നാൽ കത്തോലിക്ക സഭ ഇന്നും മധ്യകാലഘട്ടത്തെ ഈ വിചാരധാരയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. പ്രേതബാധ അഥവാ ഡിമോണിക് പൊസിഷൻ അപൂർവമാണെങ്കിലും ബാധ കണ്ടെത്തുന്നതിനും ബാധ ഒഴിപ്പിക്കുന്നതിനും പുരോഹിതന്മാർക്കായി വത്തിക്കാനിൽ മാർഗനിർദ്ദേശങ്ങളും പരിശീലന കോഴ്സുകളുമുണ്ട്. വിവിധ പോപ്പുകൾ എക്സോസിസം നിർവഹിച്ചിട്ടുണ്ടെന്ന് ചില രേഖകൾ പറയുന്നു. എന്നാൽ വത്തിക്കാന്റെ ചീഫ് എക്സോസിസ്റ്റ് ആയി സേവനമനുഷ്ഠിച്ച ഫാദർ ഗബ്രിയേൽ അമോർത്തിന്റെ ഖ്യാതി വളരെ വലുതാണ്. 60 വർഷത്തെ തന്റെ സേവനത്തിനിടയിൽ ഏകദേശം 1,60,000-ഓളം പ്രേതോച്ചാടനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 2018 ലോകമെമ്പാടുമുള്ള 250 പുരോഹിതന്മാരെ പങ്കെടുപ്പിച്ച് ഒരു എക്സോസിസം വർക്ക്ഷോപ്പിന് വത്തിക്കാൻ നേതൃത്വം നൽകിയതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. 3. വത്തിക്കാൻ ബാങ്ക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ വർക്ക്സ് ഓഫ് റിലീജിയൻ അഥവാ വത്തിക്കാൻ ബാങ്ക് നിരവധി ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹിറ്റ്ലറുമായുള്ള അവരുടെ ഇടപാടാണ് ഏറ്റവും വിവാദപരമായത്. വത്തിക്കാൻ എല്ലാ വർഷവും ഹിറ്റ്ലറിൽ നിന്ന് ചർച്ച ടാക്സ് സ്വീകരിച്ചിരുന്നുവെന്ന് ചരിത്രകാരനായ ജെറാൾഡ് പോസ്നർ ചൂണ്ടിക്കാട്ടുന്നു. പാശ്ചാത്യ ബാങ്കുകൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത വിധം IORന് ഗണ്യമായ തുകയാണ് ചർച്ച് ടാക്സായി ഹിറ്റ്ലർ നൽകിയിരുന്നത്. ഇങ്ങനെ കോടിക്കണക്കിന് ഡോളർ IOR സംഭരിച്ചു. അതിന്റെ വിശദാംശങ്ങൾ ഒരിക്കലും പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇറ്റാലിയൻ, സിസിലിയൻ മാഫിയകൾക്ക് വേണ്ടിയുള്ള കള്ളപ്പണം വെളുപ്പിക്കലും നികുതി വെട്ടിപ്പുമാണ് മറ്റൊരു ആരോപണം. ലണ്ടനിൽ ഒരു ആഡംബര കെട്ടിടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു സമീപകാല അഴിമതിയും വലിയ ചർച്ചയായിരുന്നു. ബ്രോക്കർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് മാർപ്പാപ്പയെ പറ്റിച്ച് കോടിക്കണക്കിന് യൂറോ തട്ടിയെടുത്തു. പിന്നീട് ഇതേ സ്വത്തിന്റെ നിയന്ത്രണം വിട്ടുകിട്ടാൻ 15 ദശലക്ഷം യൂറോ ഇക്കൂട്ടർ വാങ്ങിയെടുത്തതായും പിന്നീട് വെളിപ്പെട്ടു. ബാങ്കുമായി അടുത്ത ബന്ധമുള്ള ഒരു മുൻ വത്തിക്കാൻ അക്കൗണ്ടന്റിന് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇറ്റലിയിലേക്ക് $27 മില്യൺ പണം കടത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപണമുണ്ടായിരുന്നു. 4. വത്തിലീക്സ്. പോപ്പ് ബെനഡിക്ട് 16 രഹസ്യരേഖകൾ ചോർത്തി എഴുത്തുകാരനായ ഗിയാൻ ലൂയിഗി ന്യൂസി എഴുതിയ പുസ്തകമാണ് 2012 പുറത്തിറങ്ങിയ ഹിസ് ഹോളിനസ്. ബെനഡിക്ട് 16 സ്വന്തം കുശിനിക്കാരനായിരുന്നു ഈ സ്വകാര്യ രേഖകൾ ചോർത്തി നൽകിയത്. ഈ രേഖകളെയാണ് വത്തിലീക്സ് എന്ന് പറയുന്നത്. വത്തിക്കാനെ പിടിച്ചുകുലുക്കിയ ഈ പുസ്തകത്തിന്റെ പ്രധാന ഉള്ളടക്കം പോപ്പിന്റെ സ്വകാര്യ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പോപ്പിന് വേണ്ടി നൽകപ്പെടുന്ന കൈക്കൂലിയുടെ കണക്കുകളും ഈ പുസ്തകത്തിലൂടെ വെളിവായി. പോപ്പുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോലും കൈക്കൂലി പണം നൽകേണ്ടിയിരുന്നുവെന്നും പുസ്തകം പറയുന്നു. ഒപ്പം വത്തിക്കൻ സഭയിൽ നിന്നുള്ളവരല്ലാത്ത വ്യക്തികൾ ബ്രഹ്മചര്യ പ്രതിജ്ഞ ലംഘിച്ച സ്വവർഗാനുരാഗികളായ ബിഷപ്പുമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെന്നും സഭയിലെ ഉന്നതർക്ക് നേരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ പോപ്പിന് നിസ്സംഗഭാവമാണെന്നും പുസ്തകത്തിലുണ്ട്. ഈ രേഖകൾ പരിശോധിച്ച ശേഷം ഒരു ആഭ്യന്തര അന്വേഷണം നടന്നിരുന്നു. ഈ ആരോപണങ്ങളെല്ലാമാണ് 2013 പോപ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പദവി രാജിവെക്കാൻ കാരണം. 5. വത്തിക്കാനിലെ പോണോഗ്രഫി കളക്ഷൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ അശ്ലീല സാഹിത്യത്തിന്റെയും കലാരൂപങ്ങളുടെയും ശേഖരം വത്തിക്കാൻ ആർക്കൈവ്സിലുണ്ടെന്ന് ചില ഗൂഢാലോചന സിദ്ധാന്തക്കാർ വിശ്വസിക്കുന്നു. കോപ്പൻഹേഗനിലെ മ്യൂസിയം ഓഫ് ഇറോട്ടിക്കയും ഈ ഊഹാപോഹങ്ങളെ സ്ഥിരീകരിക്കുന്നുണ്ട്. ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ്
സ്റ്റുഫെറ്റ ഡെൽ കാർഡിനൽ ബിബ്ബീന. അപ്പസ്തോലിക് കൊട്ടാരത്തിലെ ഒരു ചെറിയ മുറിയാണിത്. റാഫേൽ പോലുള്ള വിഖ്യാത ചിത്രകാരന്മാർ വരച്ച ന്യൂഡ് ഫ്രെസ്കോളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പുരാണ കഥകളിൽ നിന്നും വീനസ്, ക്യൂപ്പിഡ് തുടങ്ങിയവരെ ചിത്രീകരിക്കുന്ന ഈ ഫ്രെസ്കോകൾ പലതും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിരുന്നു അത്രേ. 1516 പോപ്പ് ലിയോ 10 സ്വകാര്യ സെക്രട്ടറിയായ കാർഡിനൽ ബിബ്ബീനെയാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഇത്തരത്തിലെ നിരവധി ചിത്രങ്ങളും ശില്പങ്ങളും സാഹിത്യ സൃഷ്ടികളുമൊക്കെ വത്തിക്കാനിൽ ഇന്നും ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിലും മൗനമാണ് കത്തോലിക്ക സഭയുടെ മറുപടി.